റഷ്യയുടെ കൂക്സ് മേഖലയിൽ കടന്നുകയറിയ ഉക്രൈൻ സൈന്യത്തിലെ 280-ലധികം സൈനികരെ വധിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ കൂക്സിൽ കടന്നുകയറിയ സൈനികരിൽ 37,935 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായും റഷ്യ അവകാശപ്പെടുന്നുണ്ട്. കൂക്സ് മേഖലയിൽ ഉക്രൈൻ സൈന്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു അമേരിക്കൻ പൗരനെ റഷ്യക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് യുദ്ധക്കുറ്റമായി കണ്ട് റഷ്യൻ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US പൗരനായ ഡെറിക് ബെയിൽസിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തയാളാക്കി അമേരിക്കയുമായി മറ്റൊരു നയതന്ത്ര യുദ്ധത്തിന് കൂടി റഷ്യ തുടക്കം കുറിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവം, റഷ്യക്ക് ഈ മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടികളെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അനുമതിയില്ലാതെ റഷ്യൻ യുദ്ധഭൂമിയിലെത്തിയ ജർമ്മൻ പൗരനായ നിക്കോളാസ് സൈമൺ കനോലിയെ കൂടി അറസ്റ്റ് ചെയ്തതായി കൂക്സ് റീജിയനിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ സംയുക്ത പ്രസ് സർവീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈമൺ കനോലിയെയും ഇതേ കുറ്റം ആരോപിച്ചാണ് റഷ്യ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇതോടെ ഒരേ സമയം അമേരിക്കയുമായും ജർമ്മനിയുമായും റഷ്യ മറ്റൊരു നയതന്ത്ര ആവശ്യത്തിനും നീക്കത്തിനും തർക്കത്തിനും തുടക്കം കുറിക്കുകയും ചെയ്തു. ഇരുവർക്കും വേണ്ടി അതാത് രാജ്യങ്ങൾ രംഗത്തെത്തുകയും റഷ്യ കടുംപിടുത്തം തുടരുകയും ചെയ്താൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. കൂക്സിൻ്റെ വിവിധ മേഖലകളായ ലെബേദേവ്ക, ലിയാനോഡിവോ, മലയാലോക്സിന, ബാർട്ടിനോവ്ക, നിക്കോളയോവോ, ഡാരിനോ, നിക്കോൾകാസ്കി, നോവോവാനോവ്ക, പെപ്കോവോ, പ്രാവ്ദ, ഡൊർഡിക്കാവോ എന്നീ പ്രദേശങ്ങളിലെല്ലാം റഷ്യൻ സൈന്യം രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വേർഡുകൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവിടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട പേരുകൾ അങ്ങനെയാണ്. ഏതായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടങ്ങളിലെല്ലാം ഉക്രൈൻ സൈന്യം ഒളിവിൽ കഴിയുകയും റഷ്യക്കെതിരായ ആക്രമണങ്ങൾ നടത്തുകയുമാണ്. വ്യോമാക്രമണവും പീരങ്കിപ്പടയുടെ ആക്രമണവുമാണ് ഈ മേഖലയിൽ റഷ്യ നടത്തിയത് എന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം ഉക്രൈനിന് 280-ലധികം സൈനികരെ നഷ്ടപ്പെട്ടു. ഒരു ടാങ്ക്, 2 കവചിത യുദ്ധവാഹനങ്ങൾ, 3 മോട്ടോർ വാഹനങ്ങൾ, ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്റ്റേഷൻ, 2 മോട്ടോറുകൾ എന്നിവയും നശിപ്പിക്കപ്പെട്ടു എന്നും റഷ്യ പറഞ്ഞു. റഷ്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ അധീനതയായ കൂക്സ് മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയ ഉക്രൈൻ സൈന്യത്തിലെ ഏറ്റവും പരിശീലനം ലഭിച്ച സൈനിക വിഭാഗങ്ങളിലെ 37,935 സൈനികർ ഇതുവരെ കൂക്സ് മേഖലയിൽ കൊല്ലപ്പെട്ടതായും റഷ്യ അറിയിച്ചിട്ടുണ്ട്. ഇനി യുദ്ധം റഷ്യൻ മണ്ണിൽ എന്ന് അവകാശപ്പെട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം ഉക്രൈൻ സൈന്യത്തിലെ ഏറ്റവും പരിശീലനം ലഭിച്ച സൈനിക വിഭാഗത്തെ തന്നെ കൂക്സിലേക്ക് റഷ്യ ആക്രമിക്കാൻ ഉക്രൈൻ അയച്ചതായിരുന്നു. ഇതോടെ ഉക്രൈൻ മണ്ണിൽ പരിശീലനം ലഭിച്ച സൈനിക വിഭാഗത്തിൻ്റെ അഭാവവും വ്യക്തമായി. എന്നാൽ കൂക്സ് റഷ്യ വളഞ്ഞതോടെ ഈ സൈന്യത്തിന് കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞില്ല. അതിനോടകം റഷ്യൻ വ്യോമാക്രമണവും ശക്തമായി. അക്ഷരാർത്ഥത്തിൽ റഷ്യൻ മണ്ണിൽ ഉക്രൈൻ്റെ ഈ മുൻനിര സൈന്യം കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ മേഖലയിലാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി റഷ്യ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. 283 സൈനികർക്ക് പുറമെ ഇതുവരെ 229 ടാങ്കുകൾ, 165 കാലാൾപ്പട യുദ്ധവാഹനങ്ങൾ, 123 സൈനിക കവചിത വാഹനങ്ങൾ, 1226 കവചിത യുദ്ധവാഹനങ്ങൾ, 1082 മോട്ടോർ വാഹനങ്ങൾ, 308 റോക്കറ്റ് ലോഞ്ച് മൾട്ടിപ്പിൾ ലോഞ്ച് യൂണിറ്റുകൾ എന്നിവയും ഉക്രൈൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 11 HIMARS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, 6 US നിർമ്മിത MLRS കൂടാതെ വിമാനവിരുദ്ധ സംവിധാനങ്ങളുടെ 13 ലോഞ്ചറുകൾ എന്നിവയും ഉക്രൈന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും കൂക്സ് മേഖലയിലാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ശക്തമായ വ്യോമാക്രമണവും പീരങ്കിപ്പടകൾ കൊണ്ടുള്ള ആക്രമണവുമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും റഷ്യ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കൂക്സ് മേഖലയിലേക്ക് കടന്നു കയറിയ ഉക്രൈൻ്റെ ഏറ്റവും പരിശീലനം ലഭിച്ച ഈ സൈനിക വിഭാഗത്തിൻ്റെ അഭാവം ഉക്രൈനകത്ത് അഥവാ കീവും കാർക്കീവിലുമൊക്കെ ഉക്രൈൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.